ഇന്ന് ഹരിപ്രസാദ്ജി അദ്ദേഹത്തിന്റെ പ്രൊഫൈലിൽ ഇട്ട ഒരു വീഡിയോ നമ്മുടെ ആദ്യത്തെ വീഡിയോ ആയിട്ട് ഇന്ന് ഞാനത് റീപബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഹരിപ്രസാദ്ജി സൂചിപ്പിച്ചത് കൊണ്ട് ഞാൻ പ്രേക്ഷകരോട് പറയാം. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ആ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണേണ്ടതാണ്. കാരണം ഏകദേശം 3/4 മണിക്കൂറിന് മുകളിലുള്ള ഒരു 59 മിനിറ്റ് വലിയൊരു വീഡിയോ. 59 യെസ് യെസ് മിനിറ്റ് യെസ് 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 യെസ്. അപ്പൊ അതൊന്ന് എല്ലാവരും ഒന്ന് കയറി കാണേണ്ടതാണ്. അതിൽ ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ജയസൂര്യൻ സാർ, എന്താണ് കൂടുതൽ കൂടിച്ചേർക്കാനുള്ളത്? ഹരിപ്രസാദ് ആ കാര്യം വിലയിരുത്തിയത് വളരെ സത്യസന്ധമായിട്ടാണ് എന്നെനിക്ക് തോന്നുന്നു. കാരണം എന്റെയും ഒരു കാൽക്കുലേഷൻ അദ്ദേഹം പറഞ്ഞതിനേക്കാൾ അല്പം കൂടി മുകളിലാണെങ്കിലേ ഉള്ളൂ, എങ്കിലും ഒട്ടും താഴെയല്ല. അതായത് ഇന്ത്യയിലെ ജനങ്ങൾ കൃത്യമായിട്ടും അടയാളപ്പെടുത്തപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. അതിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ടായിരിക്കുന്ന മാറ്റം, അതായത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കോൺഗ്രസ് മുതൽ കമ്മ്യൂണിസ്റ്റ് വരെയുള്ള കപട ദേശീയ പാർട്ടികളുടെ അന്ത്യം ഈ ഇലക്ഷനിൽ നമ്മൾ കാണും. മറ്റൊന്ന്, പ്രാദേശിക പാർട്ടികൾ. ആ പ്രാദേശിക പാർട്ടികൾ തന്നെ രണ്ട് തരത്തിൽ വിഭജിക്കപ്പെടും. ഒന്ന്, ദേശീയമായ രീതിയിൽ നിലപാട് സ്വീകരിക്കുന്നവർ നിലനിൽക്കുകയും ദേശവിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്നവര് പരാജയപ്പെടുകയോ അല്ലെങ്കിൽ ഒറ്റപ്പെടുകയോ ചെയ്യുന്ന ഒരു കാഴ്ച ഈ ഇലക്ഷന് ശേഷം നമ്മൾ കാണും. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പോളറൈസേഷൻ വളരെ വ്യക്തമാകുന്ന ഇലക്ഷൻ റിസൾട്ട് ആയിരിക്കും വരുന്നത്. ഇത്തവണ BJPയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യവും അതിലുള്ള ഘടകകക്ഷികളും അതിന് പിന്തുണ കൊടുക്കുന്ന പ്രാദേശിക കക്ഷികളും അടുത്ത 5 വർഷക്കാലം ഇന്ത്യയിൽ കുതിച്ചുയരുകയും വിരുദ്ധമായി നിൽക്കുന്ന കോൺഗ്രസ് മുതൽ കമ്മ്യൂണിസ്റ്റ് വരെയുള്ള പാർട്ടികളുടെ പ്രസക്തി നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ജൂൺ 4-ന് ശേഷം ആരംഭിക്കാൻ പോകുന്നത്. അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അന്ത്യം വളരെ വ്യക്തമാണ്. അങ്ങനെ വ്യക്തമാകുമ്പോൾ അത് സ്വയം മരിക്കില്ല. മുങ്ങാൻ പോകുന്ന കോൺഗ്രസ് രക്ഷിക്കാൻ വരുന്ന കമ്മ്യൂണിസ്റ്റുകാരനെയും കൂടെ കെട്ടിപ്പിടിച്ച് മുങ്ങും. ഇത് രണ്ടും കൂടെ ഒന്നിച്ച് അസ്തമിക്കും. അപ്പോ 100 വർഷത്തിലും മുകളിൽ പഴക്കമുള്ള ഇന്ത്യയിലെ രണ്ട് ദേശീയ പ്രസ്ഥാനങ്ങൾ ഒന്നിച്ച് മുങ്ങിച്ചാവുന്ന ഇലക്ഷൻ റിസൾട്ട് ആയിരിക്കും വരുന്നത്. ഒപ്പം തന്നെ ഇന്ത്യ വിരുദ്ധ പാർട്ടികൾ ഏതൊക്കെ കോണുകളിൽ ആരൊക്കെയുണ്ടോ അവരൊക്കെ തന്നെ അപ്രസക്തമാവുകയും തിരസ്കരിക്കപ്പെടുകയും ചെയ്യും. പിന്നെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഉൾപ്പെട്ട് നിൽക്കുന്ന പാർട്ടികൾ, പ്രാദേശിക പാർട്ടികളായാലും ദേശീയ പാർട്ടികളായാലും, അവർക്ക് ഒരു കുതിച്ചുചാട്ടത്തിന്റെയും മുന്നേറ്റത്തിന്റെയും കാലഘട്ടമായിരിക്കും വരുന്നത്. അതായത് ദേശീയ രാഷ്ട്രീയത്തെ ശുദ്ധീകരിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും വരാൻ പോകുന്നത്. അതില് ഈ ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന് ഇന്ന് ആക്ഷേപത്തോടു കൂടി കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും വിശേഷിപ്പിക്കുന്നതിന് വളരെ പവിത്രമായിട്ടുള്ള ഒരു പദവി ലഭിക്കാൻ പോവുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, മറ്റു രാജ്യങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ. അപ്പോ സൗദി അറേബ്യ ആണെങ്കിലും UAE ആണെങ്കിലും ഞാൻ ലാസ്റ്റ് പോയ ബഹറിലാണെങ്കിലും അവിടെയൊക്കെ 5 ഏക്കർ മുതൽ 15 ഏക്കർ വരെ വിസ്താരമുള്ള മഹാക്ഷേത്രങ്ങൾ, 100 കണക്കിന് കോടി രൂപയുടെ ആസ്തിയുള്ള ഇന്ത്യയിലെ ആശ്രമങ്ങൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുക. ഓർക്കണം, ഇസ്ലാമിക രാജ്യങ്ങളിലാണ് അത് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ക്രൈസ്തവ രാജ്യങ്ങളിലാണ് അത് സംഭവിക്കുന്നത്. ആഗോളതലത്തിൽ യോഗ എന്ന് പറയുന്ന സംഗതി, ഇവിടെ വർഗീയം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന യോഗ, ഇസ്ലാമിക ക്രൈസ്തവ രാജ്യങ്ങളിൽ അടക്കം എല്ലാ രാജ്യങ്ങളിലും സ്വാഗതം ചെയ്യപ്പെടുകയാണ്. ആഗോളതലത്തിൽ ഇന്ത്യക്ക് കിട്ടുന്ന, ഭാരതീയതയ്ക്ക് കിട്ടുന്ന, ഹിന്ദുത്വത്തിന് കിട്ടുന്ന ഈ അംഗീകാരം ദേശീയ തലത്തിൽ ഒരിക്കൽ കൂടി അടിയുറപ്പിക്കുന്ന ഒരു കാലഘട്ടം. അതായത് രാമക്ഷേത്ര നിർമ്മാണം നടന്നു കഴിഞ്ഞു, രാംലാലയുടെ പ്രതിഷ്ഠ നടന്നു കഴിഞ്ഞു, ഇനി അസാധ്യമായിട്ടൊന്നുമില്ല എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി നിൽക്കുന്ന ജനതയുടെ മുമ്പിൽ വളരെ ശക്തമായ ഒരു ഭരണകൂടം കടന്നു വന്നിട്ട് ഏകീകൃത സിവിൽ കോഡ് കൂടി നടപ്പാക്കുന്നതോടുകൂടി ഭാരതം എന്ന് പറയുന്നത് ഒരു മതന്യൂനപക്ഷത്തിന്റെയും തന്ത്രങ്ങൾക്കും സംഘടിത വോട്ട് ബാങ്കിന് മുന്നിൽ മുട്ടുമടക്കുന്ന പ്രശ്നമില്ല എന്ന് അസന്നിഗ്ധമായിട്ട് തെളിയിക്കാൻ പോകുന്ന റിസൾട്ടും തുടർന്നുള്ള ഭരണവുമാണ് വരുന്നത്. അവിടെ ഒരു കാര്യം കൂടി വ്യക്തമാകും. ഭാരതമടക്കമുള്ള രാജ്യങ്ങളിലേക്ക് തീവ്രവാദികളെ കയറ്റിവിടുന്ന ലോകമെമ്പാടുമുള്ള തീവ്രവാദ രാഷ്ട്രങ്ങൾ, അത് അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, സിറിയ തുടങ്ങി ആരൊക്കെ ഉണ്ടോ, അതിൽ തുർക്കിയോ അല്ലെങ്കിൽ ഖത്തറോ അടക്കം തീവ്രവാദ നിലപാട് സ്വീകരിക്കുന്നതും പിന്തുണ കൊടുക്കുന്നതുമായ രാജ്യങ്ങൾക്ക് അതിശക്തമായ ഒരു താക്കീത് ഇന്ത്യൻ ഭരണ തുടർച്ച, അതായത് BJPയുടെ ഭരണ തുടർച്ചയിൽ നിന്ന് കിട്ടും. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്.
ലോകത്തെ ഏറ്റവും കൂടുതൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ റോ മെറ്റീരിയലായിട്ടും അല്ലാതെയും ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യം എന്നുള്ള നിലയിൽ, അതുപോലെ തന്നെ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യം എന്നുള്ള നിലയിൽ ഭാരതത്തിനുണ്ടായിരുന്ന സാമ്പത്തിക പരാധീനതയെ പരാജയപ്പെടുത്താൻ വേണ്ടി ആയുധങ്ങൾ സ്വയം നിർമ്മിച്ച് 36ഓളം രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുകയും അതുപോലെ തന്നെ ഡീസലിന്, പെട്രോളിന്, പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക്, ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരമായി ഹൈഡ്രജനും മറ്റ് ഇന്ധനങ്ങളും കൃത്രിമമായി വികസിപ്പിച്ചെടുത്ത് അത് വിജയകരമായി ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രം എന്ന നിലയിൽ ആയുധത്തിന്റെയും ഇന്ധനത്തിന്റെയും കാര്യത്തിൽ സ്വയം പര്യാപ്തത നേടുന്ന ഒരു കാലഘട്ടമായിരിക്കും വരാൻ പോകുന്ന മോദിജിയുടെ 5 വർഷത്തെ ഭരണകാലം. അതായത് അടുത്ത ലോക്സഭാ ഇലക്ഷൻ, ഇതിനുശേഷം വരുന്ന അടുത്ത ലോക്സഭാ ഇലക്ഷൻ വരുമ്പോഴേക്കും ഇന്ത്യയിലെ പെട്രോൾ പമ്പുകൾ ഇല്ലാതായി കഴിഞ്ഞിരിക്കും. സാമ്പത്തികമായി അവിടെ ഉണ്ടാകുന്ന നേട്ടം അങ്ങനെ ഒന്ന്. മറ്റൊന്ന്, ലോകത്തെ ഏറ്റവും വലിയ ആയുധ വിൽപ്പന ശക്തിയായി അമേരിക്കയെയും അതുപോലെ റഷ്യയെയും ഒക്കെ പിന്തള്ളിക്കൊണ്ട് ഭാരതം കടന്നു വരും. തേജസ് പോലെയുള്ള വിമാനങ്ങൾ വളരെ ശക്തമായ സൂചനയാണ് തരുന്നത്. അതുപോലെ നമ്മുടെ മിസൈലുകൾ അതുപോലെ തന്നെ ആധിപത്യമാണ് തരുന്നത്. അപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് നമ്മൾ നേരിടുന്ന സമയത്ത് ആഗോള വൻശക്തി രാഷ്ട്രം എന്നുള്ള നിലയിൽ ഭാരതം 3ാമത്തെ സ്ഥാനമോ അതിന് മുകളിലോ എത്തിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. അപ്പോൾ അതിനെ പിടിച്ചു കെട്ടാൻ വേണ്ടിയോ അല്ലെങ്കിൽ തടയിടാൻ വേണ്ടിയോ ശ്രമിക്കുന്ന അന്താരാഷ്ട്ര അജണ്ടകളുടെ താളത്തിന് തുള്ളുന്ന കോൺഗ്രസ് മുതൽ കമ്മ്യൂണിസ്റ്റ് വരെയുള്ള പാർട്ടികൾ അസ്തമിക്കുന്ന ഒരു കാലഘട്ടമാണ് ജൂൺ 4-ാം തീയതി ആരംഭിക്കാൻ പോകുന്നത് എന്ന ആത്മവിശ്വാസമാണ് എനിക്കുള്ളത്. എന്തായാലും ജയസൂര്യൻ സാർ പറഞ്ഞ അതിനോട് ഒന്നുകൂടി കൂട്ടിച്ചേർക്കണം. ഭഗവത്ഗീത ഭാരതത്തിന്റെ സംസ്കൃതം അതല്ലെങ്കിൽ ആ ഒരു സംസ്കാരം, ആ കൃത്യമായിട്ടുള്ള ഭഗവത്ഗീത സൗദി അറേബ്യ അവരുടെ പാഠ്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതൊരു ചെറിയൊരു വിവരം കൂടി കൂട്ടിച്ചേർക്കണം. എന്തായാലും പൊട്ടക്കിണറ്റിലെ തവളകൾ എന്ന് നമ്മൾ കേൾക്കാറുണ്ട്. ഈ പൊട്ടക്കിണറ്റിലെ തവളകൾ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പൊട്ടക്കിണറ്റിലെ തവളകളെ പൂർണ്ണമായിട്ടും ഈ കേരളത്തിൽ മാത്രം ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന ഒരു വലിയ വേദനാജനകമായിട്ടുള്ള കാര്യങ്ങളിലൂടെ തന്നെയാണ് നമ്മുടെ ഈ ആനുകാലിക വാർത്ത. ഈ കെജ്രിവാൾ എന്ന് പറയുന്ന ഇയാൾ വെറും ഒരു ഇടക്കാല ജാമ്യം ജൂൺ 2 വരെയുള്ള തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി മാത്രം, അതും അയാളുടെ കൈയും വായും പൂട്ടിക്കെട്ടിക്കൊണ്ട് കോടതി വിട്ടിരിക്കുന്നത്. കാരണം അയാൾ ലോകം കണ്ട ഒരു രാജ്യദ്രോഹിയാണോ എന്ന് ചോദിച്ചാൽ ആണ് എന്ന് തന്നെ ഉത്തരം തരുന്ന രീതിയിലേക്ക് അയാൾക്കെതിരെ തെളിവുള്ളത് കൊണ്ട് തന്നെ നീ പുറത്തു പോയാൽ നീ മിണ്ടാൻ പാടില്ല, നിനക്ക് നിന്റെ ഈ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണമെങ്കിൽ പോവാമെന്ന് അദ്ദേഹത്തെ ബഹുമാനമില്ലാതെ പറയുകയല്ല നിനക്ക് എന്നുള്ളത് കൂടെ അത് കോടതി പറഞ്ഞ ഭാഷയാണ്. കാരണം നമ്മുടെ എല്ലാത്തിന്റെയും മുകളിലിരിക്കുന്ന കോടതി നീതിന്യായ വ്യവസ്ഥ കോടതി ആയതുകൊണ്ട് കോടതി നീ എന്ന് തന്നെ ഉപയോഗിച്ചു എന്ന് തന്നെ പറയേണ്ടതുണ്ട്. അത്തരത്തിൽ ഈ കെജ്രിവാളിനെ തുറന്നുവിട്ടത് വെറും ജൂൺ 2 വരെ മാത്രമാണ്. മിണ്ടാൻ പാടില്ല, അനങ്ങാൻ പാടില്ല, എന്തിനേറെ അയാൾ ഭരിക്കുന്ന ആ ഡൽഹിയുടെ മുഖ്യമന്ത്രി പദം എന്നത് ഉപയോഗിക്കാൻ പാടില്ല, സെക്രട്ടേറിയറ്റിലേക്ക് പോകാൻ പാടില്ല, യാതൊരു തീരുമാനങ്ങളിൽ ഒപ്പിടാൻ പാടില്ല എന്ന് പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ട് ഒരു ക്രിമിനലിനെ താൽക്കാലികമായി പുറത്തുവിട്ടു. നമ്മൾക്കറിയാം, ആർക്കെങ്കിലും ഒരു ക്രിമിനലിന്റെ അച്ഛനോ അമ്മയോ അതല്ലെങ്കിൽ ബന്ധുക്കളോ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് താൽക്കാലിക ജാമ്യം കൊടുക്കുന്നത് പോലെ തന്നെയാണ് ഈ ക്രിമിനലിനും ജാമ്യം കൊടുത്തത് എന്ന് പച്ചയ്ക്ക് പറയേണ്ടതുണ്ട്. പക്ഷേ അതിനെയും ഈ കേരളത്തിന്റെ നാട്ടിൽ മലയാള മാമലകളുടെ നാട്ടിലായിട്ടുള്ള അതല്ലെങ്കിൽ ദൈവത്തിന്റെ നാടായിട്ടുള്ള ഈ നാടിൽ പച്ച നുണകൾ പടച്ചിറക്കിക്കൊണ്ട് അയാൾ ഇതാ നരേന്ദ്രമോദിജിക്കെതിരെ എന്തൊക്കെയോ നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ എന്തൊക്കെയോ ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയതാണെന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്ന ഈ മാക്രികളുടെ മാധ്യമ ലോകത്ത് ഈ മാക്രികൾ നിറഞ്ഞ ഈ നാടിനെ പുച്ഛത്തോടെ മാത്രമേ കാണാനാവൂ. അത്തരത്തിലുള്ള ആളുകളെ പുച്ഛത്തോടെ മാത്രമേ പ്രതികരിക്കാനാവൂ. അവരോട് പ്രതികരിക്കുന്നത് ആ രീതിയിൽ തന്നെയാണ് എന്ന് പറഞ്ഞു വെക്കട്ടെ. ഏതായാലും ഈ വിഷയത്തിൽ കൃത്യമായിട്ട് വടക്കര ജയസൂര്യൻ സാറും ഹരിപ്രസാദ്ജിയും കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് വിവരം പാസ് ചെയ്തു എന്ന രീതിയിൽ തന്നെ നമുക്ക് തൽക്കാലം ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. നാളെ മറ്റൊരു വിഷയമായി, ഗംഭീര വിഷയമായി, വ്യത്യസ്ത അതിഥികളുമായി വിഷയങ്ങളുമായി നമ്മൾ വീണ്ടും വരും. അതുവരെ തൽക്കാലം നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.